ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ജസ്റ്റ് ന്യൂസ് ചാനലൊക്കെ ഇതൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ NCERT ബുക്കിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വെക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ന്യൂസ് 18 കേരള ചാനൽ കണ്ടു. അതിനകത്ത് നോക്കിയപ്പോൾ ഒരാൾ വന്ന് എൻ്റെ കൃഷ്ണചിത്രം ദോഷമാണ്, ആരും വാങ്ങുന്നില്ല, കണ്ട മുതൽ ജസ്ന സലീം. ഈ ബാക്കിയുള്ള ചാനലുകാരൊക്കെ എവിടെ പോയി ജസ്റ്റ് ഈ ഒരൊറ്റ ചാനൽ മാത്രമേ കാണുന്നുള്ളല്ലോ, അതെന്താ? നമുക്കപ്പോൾ അതൊന്ന് കേട്ട് നോക്കാം. കേട്ടോണ്ട് നമുക്ക് റിയാക്ഷൻ ചോദിച്ച് പോകുന്ന പോലെ കേട്ട് റിപ്ലൈയും തന്നങ്ങ് പോവാം. കൃഷ്ണചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ ശ്രദ്ധേയമായ മുസ്ലിം വനിത എന്ന പേരിലായിരുന്നു ജസ്ന സലീം അറിയപ്പെട്ടിരുന്നത്. തട്ടം താൻ ഉപേക്ഷിക്കുന്നു, അത്തരം മതപരമായ കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിന് തടസ്സമെങ്കിൽ അങ്ങനെയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി ജസ്നയുണ്ട്. ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം കൃഷ്ണൻ കാരണം പല സ്ഥലങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും തലകുനിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ കേട്ടല്ലോ, കൃഷ്ണൻ കാരണം സമൂഹത്തിലും പല സ്ഥലങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും മാതാപിതാക്കളും ഉൾപ്പെടെ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവിടെ കൃഷ്ണനെ അപമാനിക്കുകയല്ലേ ജസ്ന നീ ചെയ്തത്? അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? കൃഷ്ണൻ പരീക്ഷിക്കും, പല രീതിയിലും പരീക്ഷിക്കും. അതൊക്കെ താണ്ടി മുന്നോട്ട് പോകാൻ പറ്റുന്നവർ മാത്രമേ ഉള്ളൂ യഥാർത്ഥ കൃഷ്ണ ഭക്തർ. ശിവനെ ആണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ശ്രീരാമനും ശിവനും. കൈലാസനാഥൻ. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാൻ ഉടനെ ഓടും. നേരെ പോകുന്നത് വണ്ടിയും കൊണ്ട് നേരെ പോകുന്ന കവിയൂർ അമ്പലത്തിലാണ്. ഈ പറയുന്നിടത്ത് ശ്രീരാമനും ഉണ്ട്, ഹനുമാൻ ശ്രീയും ഉണ്ട്, എൻ്റെ കൈലാസനാഥനും ഉണ്ട്. അവിടെ ഒന്ന് പോയി തൊഴുത് വരുമ്പോഴത്തേക്കുള്ള മനസ്സിൻ്റെ ആ പോസിറ്റീവ് വൈബ് പറഞ്ഞാൽ അവിടെ തൊഴുന്നവർക്കറിയാം. ഉമാമഹേശ്വര രൂപത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ. നീ അവൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ എൻ്റെ ബാപ്പയും ഉമ്മയും ജീവിച്ചു വളർന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഒരു ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലായിരുന്നു. പക്ഷെ നമ്മുടെ കണ്ണൻ കഴിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ഓർഡറുകൾ എനിക്ക് കിട്ടി. ആരും ഒരു പൈസ എനിക്ക് വെറുതെ തന്നിട്ടില്ല കേട്ടോ. ഞാൻ ആരോടും വെറുതെ തന്നിട്ടില്ല കേട്ടോ. പക്ഷെ സ്കാനർ വെച്ച് എനിക്ക് പെയിൻറ്റ് ചെയ്യാനും അക്രിലിക് ഷീറ്റ് വാങ്ങിക്കാനും ഒക്കെ ഇത് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് സ്കാനർ വെച്ച് വീഡിയോ ചെയ്യുന്നത് വെറുതെ അല്ലായിരിക്കും, അതും അധ്വാനമല്ലേ. രൂപ പോലും വെറുതെ പോലും മേടിച്ചിട്ടില്ല. ഒക്കെ ഞാൻ കൃഷ്ണനെ വരച്ച് അതിൽ നിന്നും കിട്ടിയ പൈസയിൽ ഞാനൊരു വീട് വെച്ച് കൊടുത്തു. രണ്ടുപേരും ഇപ്പം അതിലാണ് താമസിക്കുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പം എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അവർക്ക്. അവർ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞയക്കണം എന്നുണ്ട്. കാരണം മതം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരെയും എന്നെയും എല്ലായിടത്തും വല്ലാത്തൊരു പരീക്ഷണത്തിന് ഉണ്ടാകും. പലരും ചോദിക്കുന്നു, മതമില്ലാത്ത ഞാൻ എന്തിന് എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്കണം എന്ന് ചോദിക്കുന്നു. ഞാനാണ് മതം ഇല്ല എന്ന് പറയുന്നത്. മതം വിട്ടു എന്നും അല്ല പറഞ്ഞത്. മതത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല. മതം വിട്ടു എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ മതം വിട്ടു, എനിക്കിനി മതം വേണ്ട, എനിക്കും ഈ മുസ്ലിം മതം വേണ്ട എന്നും പറഞ്ഞല്ലേ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ട്, അത് ഒരു വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കാൻ പഠിക്കണം ആദ്യം നീ. ബിസിനസ് ടെക്നിക്കെല്ലാം നിനക്കറിയാൻ, ശരി, സമ്മതിച്ചു. അത് നീ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ പെയിൻറ്റ് ചെയ്തേക്കുന്നതിൽ ഈ ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്രഷിൽ ഒരു തുള്ളി പെയിൻറ്റ് കാണത്തില്ല. ചുമ്മാ ഫോട്ടോയ്ക്ക് ഒരു രീതിയിൽ ഇങ്ങനെ അതിലിങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇനിയെങ്കിലും ഹിന്ദു മതസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, ഇവളുടെ വലയിൽ പോയി വീഴരുത്. നല്ലതുപോലെ കഴിവുള്ള എത്രയോ കലാകാരന്മാർ നമ്മുടെ മതത്തിൽ തന്നെ ഉണ്ട്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് 10 ഇരട്ടി ഫലം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ വ്രതം എടുത്തും ഒക്കെയാണ്
പെയിൻറ്റിങ്സ് ചെയ്യുക ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ. ഇവളങ്ങനാണോ? ഓരോ ദിവസം ചാനലെടുത്ത് നോക്കുമ്പോൾ അറിയാം, ഫുഡ് വ്ളോഗ്, ഈവനിങ് വ്ളോഗ്. എനിക്ക് എന്നെ കൊല്ലൂന്ന് വരെ ഭീഷണിപ്പെടുത്തി കോളുകൾ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അവര് ജനിച്ച് വളർന്ന് ഇതുവരെ നിൽക്കുന്നത് ഇസ്ലാം മതസ്ഥരായിട്ടാണ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോവുക എന്നുള്ളത്. അപ്പം മക്കൾക്കുണ്ട് ഒരു കടമ, എനിക്ക് ആ ഒരു കടമയുണ്ട്, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ ഹജ്ജിന് പറഞ്ഞയക്കാൻ എന്നുള്ളൊരു കടമയുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്താണ്. ആ ബ്രഷിലൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ, അതിൽ എന്തെങ്കിലും പെയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബ്രഷിൽ ആ ബ്രഷ് തേണ്ടി സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഈ ബ്രഷിൽ ഒരു ബ്ലാക്ക് കളറോ വൈറ്റ് കളറോ എന്തെങ്കിലും ഒരു കളർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ പോകുന്നിടത്ത് കൂടെയെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആരോ വരച്ച ഒരു ഫോട്ടോ അതിൽ വച്ച് പേരെടുത്ത ഒരു മുസ്ലിം യുവതി. അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ കൃഷ്ണനെ കണ്ടാൽ എന്ത് ചൈതന്യമാണ് തോന്നുന്നത്? നിങ്ങൾ തന്നെ പറ. ആ കൃഷ്ണമണിയുണ്ട്, ഇതണ്ട ഈ ബ്രഷ് ശ്രദ്ധിച്ച് കണ്ട, എന്തേലും ഉണ്ടോ? നമ്മളെ പൊട്ടരാക്കുമല്ലേ ഇവളീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്ക്. ഹിന്ദു മതസ്ഥരോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ കാണിച്ചേക്കുന്നതിനകത്ത് എന്ത് ഇതാണ് പെയിൻ്റ് ഉള്ളത്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ആ കാണിച്ചേക്കുന്നതിനകത്ത് എന്ത് പെയിൻ്റാണ് ഉള്ളത്? ഇപ്പം പുള്ളിക്കാരിക്ക് ഉടനെ ഹജ്ജിന് മാതാപിതാക്കളെ പറഞ്ഞു വിടണം. ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിരുപ്പതി അങ്ങനെയൊക്കെയുള്ള യാത്രയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നവരെ പോലെ തന്നെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ആ കാശ് കൊണ്ട് വേണം പോകാൻ. അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചതും അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്തും കിട്ടുന്ന കാശ് വെച്ചല്ല ഹജ്ജിന് പോകേണ്ടത്. എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. ഇത്രയും പ്രൂഫ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ന്യൂസ് 18 ഈ ഒരു ന്യൂസ് ചാനലിനകത്ത് തന്നെ അത് എന്തായാലും ആ പറഞ്ഞ ഞാൻ ഈ മതമല്ല, എനിക്കിനി മതമില്ല എന്ന് പറഞ്ഞ ആ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ന്യൂസ് 18 ആ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക ഇത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. ഇതിൽ ഒരു തീട്ട് കൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ച കള്ളങ്ങളിൽ ഒരു കള്ളം മാത്രമാണ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത്. പലരും ഇതുപോലെ പല കള്ളത്തരങ്ങളും പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഫ്രസ്ട്രേഷനോടുകൂടെ ഇങ്ങനെ സംസാരിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.